പത്തനംതിട്ട നഗരത്തിൽ നിന്നും 40 കിലോമീറ്റർ ദൂരെ വന അതിർത്തിയോട് സ്ഥിതി ചെയ്യുന്ന ചിറ്റാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇക്കുറി 100 മേനി SSLC വിജയം. ആദിവാസി കുട്ടികൾ ഉൾപ്പെടെ 112 കുട്ടികൾ പരീക്ഷ എഴുതി 100% വിജയം നേടിയാണ് സ്കൂൾ ചരിത്രത്തിന്റെ ഭാഗമായത്. SLC പരീക്ഷയുടെ പരീക്ഷാഫലം പുറത്തു വന്നതിന്റെ ആഹ്ലാദത്തിലാണ് പത്തനംതിട്ട ജില്ല. സംസ്ഥാനത്തെ 6 വർഷത്തിന് ശേഷം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് വിജയശതമാനം നേടിയിട്ടുള്ള ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയുടെ മലയോര അതല്ലെങ്കിൽ വനപ്രദേശം തിങ്ങി നിൽക്കുന്ന ചിറ്റാറിലാണ്. പത്തനംതിട്ട ടൗണിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചെങ്കിൽ മാത്രമേ ഇവിടെ എത്തിയുള്ളൂ. ഗവൺമെന്റ് സ്കൂളിലാണ് ഞാൻ നിൽക്കുന്നത്. കഴിഞ്ഞ 6 വർഷത്തിന് ശേഷം ജില്ല 1ാം സ്ഥാനത്ത് എത്തിയതിന്റെ ആഹ്ലാദത്തിൽ പങ്കെടുക്കുകയാണ്. ഈ ചിറ്റാറിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏകദേശം 112 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. 112 കുട്ടികൾ പരീക്ഷ എഴുതി 100% വിജയം നേടിയതിന്റെ ആഹ്ലാദത്തിലാണ്. എയ്ഡഡ് മാനേജ്മെന്റ് സ്കൂളിനോടൊപ്പം തന്നെ സർക്കാർ സ്കൂള്, മറ്റ് സർക്കാർ സ്കൂളിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന മേഖലയാണ് ചിറ്റാറിലെ ഹയർ സെക്കൻഡറി സ്കൂൾ. നമ്മളിപ്പോൾ പ്രഥമ അധ്യാപികയാണ് നമ്മളോട് ചേർന്നത്. കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് സെഷൻസ് തയ്യാറാക്കി അവർക്ക് പിന്നാക്കം നിൽക്കുന്ന വിഷയങ്ങളിൽ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ അധ്യാപകരാണ് അതിന് മുൻകൈ എടുത്ത് കുട്ടികളെ ഈ മികച്ച വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിച്ചത്. പ്രത്യേകിച്ച് നമ്മൾ സർക്കാർ സ്കൂളിലെ മാതാപിതാക്കളൊക്കെ രക്ഷിതാക്കളൊക്കെ കുട്ടികളെ അയക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് റാങ്കിന് തുല്യമായിട്ടുള്ള ഈ വിജയം ചിറ്റാർ സ്കൂള് കരസ്ഥമാക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ അധ്യാപകരുടെയൊക്കെ എങ്ങനെയാണ് പ്രവർത്തനം? അധ്യാപകർ അധിക സമയം കുട്ടികൾക്ക് വേണ്ടി ക്ലാസ്സുകൾ തയ്യാറാക്കി അവരെ അതിനെ പ്രാപ്തരാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഈ വനവാസി മേഖലയിൽ താമസിക്കുന്ന മലമണ്ഡാര വിഭാഗത്തിലുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ടായിരുന്നു. എത്ര കുട്ടികളുണ്ട്? ഗോത്രവർഗത്തിൽപ്പെട്ട 11 കുട്ടികൾ SSLC പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നു. മുഴുവൻ കുട്ടികളും വിജയിച്ചു. അപ്പൊ നമ്മുടെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചിട്ടുള്ള ഒരു മിടുക്കിയാണ് നമ്മളിപ്പോ ചേരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ സ്കൂളിലെ ഈ A+ കിട്ടുമെന്നൊക്കെ വിചാരിച്ചായിരുന്നു? ആരോടൊക്കെയാണ് കടപ്പാടുള്ളത് പഠിപ്പിച്ചത്? ടീച്ചേഴ്സ്, HM, പിന്നെ PTA എല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. ഇവിടെ അർഷ 1ാം ക്ലാസ് മുതലായിരുന്നു, അത് 8ാം ക്ലാസ്സിൽ ഇവിടെ എത്തിയത്? ഞാൻ ഇവിടെ 8ാം ക്ലാസ് തൊട്ട് ഹൈസ്കൂൾ. അന്നേരം മുതൽ ക്ലാസ്സിലെ ടോപ്പ് ആയിരുന്നോ? അങ്ങനൊന്നുമില്ല, എല്ലാരും നന്നായിട്ട് പഠിക്കുന്നു. റിസൾട്ട് കിട്ടുമെന്ന് വിചാരിച്ചു. ടീച്ചർമാർ എക്സ്ട്രാ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ ആവശ്യപ്പെട്ടില്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചെന്ന് പറഞ്ഞാൽ അപ്പത്തന്നെ നമ്മളെ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്ത് തരും. അപ്പൊ എല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. HM ആണെങ്കിലും എല്ലാം നമ്മുടെ കൂടെ നിൽക്കും. എല്ലാ കാര്യങ്ങൾക്കും എന്താവശ്യം ഉണ്ടെങ്കിലും എല്ലാം ചെയ്തു തരുമായിരുന്നു. ശ്രീനിവാസനെ ഒരു സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. ഇങ്ങനെ വിനീത് ശ്രീനിവാസൻ ഇങ്ങനെ പറയുമ്പോഴേ ഞങ്ങളൊക്കെ കല്ലും മണ്ണും നിറഞ്ഞ സ്കൂൾ പാതയിലേക്കാണ് നമ്മൾ പോയിട്ടുള്ളത്. ഇപ്പൊ അതേ തന്നെ ഇപ്പൊ ഹൈടെക്കിന്റെ രീതിയിലേക്കൊക്കെ ആയി മാറിക്കഴിഞ്ഞു. ഇപ്പൊ എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇനി ഇവിടെ സ്കൂളിന് വേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ്? ഹൈടെക് ക്ലാസ് മുറികൾ നമുക്ക് ഉണ്ട്. കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. സ്കൂൾ ബിൽഡിംഗ് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് തന്നെ നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. UP-യുടെ കെട്ടിടം വളരെ ശോചനീയമായൊരു കെട്ടിടം, ഓടിട്ട കെട്ടിടമാണ്, പഴയ കെട്ടിടമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പരിമിതികൾ നമുക്കുണ്ട്. 10 ഏക്കർ സ്ഥലമുണ്ട്, പക്ഷെ നമുക്ക് അതിനൊക്കെ സൗകര്യങ്ങൾ, അധ്യയനത്തിന് വേണ്ട സൗകര്യങ്ങൾ നമുക്ക് കുറവാണ്. ഇപ്പൊ ഈ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 10 വർഷമായിട്ട് ഞാൻ ഇവിടെ വർക്ക് ചെയ്തൊരു അധ്യാപനമായിരുന്നു. മലയാളമായിരുന്നു എൻ്റെ സബ്ജക്റ്റ്. ഇപ്പം സാധാരണക്കാരൻ്റെ മക്കൾ പഠിക്കുന്ന പൊതുവിദ്യാലയം കൂടിയാണ്. ഏറ്റവും കൂടുതൽ കുട്ടികളെ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ഇരുത്തുകയും അതിൽ ഏറ്റവും കൂടിയ എല്ലാ കുട്ടികളെയും വിജയിപ്പിക്കുക, അതിൽ തന്നെ ഉന്നത ഗ്രേഡോട് കൂടി വിജയിപ്പിക്കുക എന്നുള്ളത് അധ്യാപകരുടെ ഒരു തീവ്രമായ പരിശീലനത്തിന്റെ ഫലമായിട്ടാണ്. അപ്പം നിരന്തരമായിട്ട് മുൻ വർഷങ്ങളൊക്കെ നമ്മൾ ഇത് ആഗ്രഹിച്ചിരുന്നെങ്കിലും നമുക്ക് 1-2 കുട്ടികൾ പരാജയപ്പെട്ടു പോയി. പക്ഷേ ഈ വർഷം 112 കുട്ടികൾ പരീക്ഷ എഴുതി. ആ 112 കുട്ടികളെയും വിജയിപ്പിക്കാൻ കഴിഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും വേണമെന്നാണ് പ്രഥമ അധ്യാപിക മറ്റ് അധ്യാപകരൊക്കെ പറയുന്നത്. വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ കൗമാരക്കാര് ഈ സ്കൂളിലെത്തുകയും സംസ്ഥാനത്തിന് മാതൃകയായി പത്തനംതിട്ട ജില്ലയോടൊപ്പം തന്നെ ഈ ഗവൺമെന്റ് സ്കൂളും SLC പരീക്ഷയിൽ 1ാം സമ്മാനം നേടിയത്. ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട. KV Memorial English Medium School near St. Mary's Canning Center, MC Road, Adur. Classes play class to standard 4. Our specialties: quality education, smart class, music, dance and yoga, molding future generation, kids loving passionate teachers.
vehicle facility available, an integrated package at affordable cost. KV Memorial English Medium School near St. Mary's Scanning Center, MC Road, Adur. Email kvmenglishmediumschool@gmail.com. Web kvmems.in. Learn every moment. Live long life.